ഹലോ, എല്ലാവരും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിന്ന് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പഠിക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഏത് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. വേറെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി പഠിക്കാൻ പോകുന്ന ഈ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനും ഡിസ്ക്രീറ്റ് കേസിൽ തന്നെയുള്ളതാണ്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്നും പിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ തന്നിരിക്കുന്ന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ളത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യണോ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യണോ എന്നുള്ളതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നപ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്നിൻ്റെ വാല്യൂ പിയുടെ വാല്യൂ ഒക്കെ എടുത്ത് അതിൽ നിന്നും മീൻ വാല്യൂ കണ്ടുപിടിച്ച് പ്രോബബിലിറ്റി ഒക്കെ കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഏത് യൂസ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ സാധാരണ വരാറുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ കേസ് ആകുമ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ ടു കൗണ്ട് ദ നമ്പർ ഓഫ് ടൈംസ് ആൻ ഇവന്റ് ഒക്കേഴ്സ് ആൻഡ് ദ നമ്പർ ഓഫ് ടൈംസ് ഇറ്റ് ഡസ് നോട്ട് ഒക്കർ. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിൻ ടോസ് ചെയ്താൽ അതിൽ ഹെഡ് വരാനുള്ള സാധ്യത നോക്കിയാൽ എത്രയുണ്ട്? ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, ഹെഡ് വരാനുള്ള സാധ്യത, ഹെഡ് വരാതിരിക്കാനുള്ള സാധ്യതയൊക്കെ നമുക്ക് കൗണ്ടബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഒരു ഡൈ എറിഞ്ഞു നോക്കിയാൽ ടോട്ടൽ ഔട്ട്കംസ് 6 ആണ്. അതിൻ്റെ അകത്തിൽ ഈവൻ നമ്പേഴ്സ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 2, 4, 6 മൂന്നെണ്ണമാണ്. 3/6 എന്ന് പറഞ്ഞ് നമ്മൾ പ്രോബബിലിറ്റി എഴുതും. അത് വരാതിരിക്കാൻ ഉള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അത് വന്നില്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് വീഴും. അപ്പോൾ അതിൻ്റെയൊക്കെ കൗണ്ട് നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. ഇനി ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില എക്സ്പെരിമെൻറ്റിൽ ആ സംഭവിക്കാനുള്ള ആ പർട്ടിക്കുലർ ഇവൻറ്റ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കേണ്ട ഇവൻറ്റ് വളരെ റെയർ ആയിട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ സപ്പോസ് ആൻ ഇവൻറ്റ് ഈസ് റെയർ, അങ്ങനെ ഒരെണ്ണം നമ്മളൊന്ന് അസ്യൂം ചെയ്യുക. എക്സാമ്പിളായിട്ട് നമ്പർ ഓഫ് പ്ലെയിൻ ആക്സിഡൻറ്റ്സ് ഇൻ എ പെർട്ടിക്കുലർ വീക്ക്. മൊത്തത്തിൽ മൊത്തം ഏതെങ്കിലും ഒരു സാമ്പിൾ സൈസ് എടുക്കുക. ഇപ്പോൾ ഇന്ത്യൻ ഇപ്പം ട്രിവാൻഡ്രത്ത് വരുന്നതോ അല്ലെങ്കിൽ കോഴിക്കോട് എയർപോർട്ടിൽ വരുന്നതോ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഒരുപാട് ഫ്ലൈറ്റ്സ് വരികയും പോവുകയും ചെയ്യുന്നുണ്ട് ഇവിടങ്ങളിലെല്ലാം. അപ്പോൾ അവിടെ എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ വീക്കിൽ എത്ര പ്ലെയിൻ ആക്സിഡൻറ്റ് നടക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്നതാണ്, അല്ലേ? ഒരു പ്ലെയിൻ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, നമുക്ക് എന്ത് പറ്റുന്നു? നമ്മുടെ സക്സസ് എന്ന് പറയുന്ന സക്സസ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് കൗണ്ട് എങ്ങനെ എടുക്കാൻ പറ്റും? ഇറ്റ് ഈസ് പോസിബിൾ ടു കൗണ്ട് ദ നമ്പർ ഓഫ് ടൈംസ് ആൻ ഇവന്റ് ഒക്കേഴ്സ്. അതിൻ്റെ കൗണ്ട് എടുക്കാം. 0 ആയിരിക്കാം, ചിലപ്പോൾ ഒന്നുമില്ലായിരിക്കും, ചിലപ്പോൾ 1 ആയിരിക്കും, ചിലപ്പോൾ 2 ആയിരിക്കാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൗണ്ട് ദ നമ്പർ ഓഫ് ടൈംസ് ഇറ്റ് ഡസ് നോട്ട് ഒക്കർ. അത് സംഭവിക്കാത്തത് വളരെ വലിയൊരു നമ്പറാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ 1000 എത്രയോ ഫ്ലൈറ്റ്സ് വരുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരു കേസോ അല്ലെങ്കിൽ ഒരു കേസും ഇല്ലാതെ നമുക്ക് എടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഒരു വീക്കിലാണ് നമ്മൾ പറഞ്ഞത്. ഒരു ദിവസം തന്നെ 10-100 ഫ്ലൈറ്റ്സ് വരുന്ന എല്ലായിടത്തും കൂടെ ചേർത്തെടുക്കുമ്പം ദാറ്റ് ഈസ് എ വെരി ലാർജ് നമ്പർ. അത് സംഭവിക്കാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോയ്സോൺ, ആ ടൈപ്പ് ഓഫ് എക്സ്പെരിമെൻറ്റ്സിലാണ് നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ദിസ് ഈസ് ബിക്കോസ് ദ നമ്പർ ഓഫ് ട്രയൽസ് നമ്പർ ഓഫ് ട്രയൽസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേരിയബിൾ ആണ് n എന്ന് പറയുന്നത്. n ഈസ് വെരി ലാർജ്, അത് വളരെ വലുതും. പ്രോബബിലിറ്റി ഓഫ് സക്സസ് p എന്ന് പറയുന്നത് വെരി സ്മോളും ആകുന്ന സിറ്റുവേഷൻ. അവിടെ എന്ത് സംഭവിക്കുന്നു? സോ ദാറ്റ് ദ പ്രോഡക്റ്റ് n ഇൻറ്റു p ഇസ് ഈക്വൽ ടു m. എന്റെയും പിയുടെ പ്രോഡക്റ്റിനെ നമ്മൾ m ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ m നോൺ നെഗറ്റീവുമാണ്, ഫൈനൈറ്റുമാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യും. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സ്യൂട്ടബിൾ ടു സച്ച് സിറ്റുവേഷൻസ്. മനസ്സിലായല്ലോ? വളരെ റെയർ കേസായിട്ട് ഉള്ള ഇവൻറ്റ്സിൽ ആണ് നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡിറൈവ്ഡ് ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റിംഗ് കേസായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതിൽ അണ്ടർ ദ ഫോളോയിങ് കണ്ടീഷൻസ്. ഏതൊക്കെ കണ്ടീഷൻ? ദ നമ്പർ ഓഫ് ട്രയൽസ് ഈസ് വെരി ലാർജ്, n tends to infinity, probability of success for each trial is very small, that is p tends to 0, np is finite. Product n-ന്റെയും p-യുടെയും പ്രോഡക്റ്റ് ഫൈനൈറ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ഡിനോട്ടഡ് യൂസിങ് ദ ലെറ്റർ m. അപ്പോൾ ഇനി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോം നോക്കാം. പ്രോബബിലിറ്റി ഓഫ് x സക്സസ് ഔട്ട് ഓഫ് n ട്രയൽസ് ഇസ് ഗിവൺ ബൈ p of capital X is equal to small x. അതാണ് സക്സസ് നടക്കുന്നത്. is equal to e raised to minus m raised to x by x factorial, where x takes value 0, 1, 2, 3 etc. നമ്മൾ ബൈനോമിയലിന് എന്ത് പഠിച്ചു? p of capital X is equal to x എന്ന് പറഞ്ഞത് ncx p raised to x q raised to n minus x എന്ന് പറഞ്ഞിട്ട് ഇവിടെ അത് e raised to minus m raised to x by x factorial. Here m is known as parameter of the distribution, so that m greater than 0. ഇപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ m ആണ്. ബൈനോമിയലിന് 2 പാരാമീറ്റർ ആയിരുന്നു, n-ഉം p-യും. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന് ഒരൊറ്റ പാരാമീറ്ററേ ഉള്ളൂ, m മാത്രം.
മനസ്സിലായല്ലോ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഫോം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. രണ്ടാമത്തത് ഇഫ് എക്സ് സ്മോൾ എക്സ് ഫോളോസ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ദെൻ എക്സ് ക്യാൻ ടേക്സ് വാല്യൂസ് 0, 1, 2, 3 etc. up to infinity. Third one, it has a single parameter m. ഒറ്റ പാരാമീറ്ററേ ഉള്ളൂ. When m is known, all the terms can be found out. m അറിയാമെങ്കിൽ ബാക്കി എല്ലാ ടേമും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആർ ഈക്വൽ ടു സ്മോൾ m. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു √m. ഇവിടെ നമ്മൾ ബൈനോമിയലിലും പഠിച്ചിരുന്നു മീനും വേരിയൻസും. ബൈനോമിയലിൻ്റെ മീൻ എന്ന് പറയുന്നത് എൻ പിയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √NPQ, വേരിയൻസ് എന്ന് പറയുന്നത് NPQ ആയിരുന്നു. ഇവിടെ അപ്പം എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. ഇവിടെ എന്താണ് മീനും വേരിയൻസും ഒരേ ഇത് തന്നെയാണ്, m ആണ് ഡിനോട്ട് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √m. ഇനി ഒരു പ്രോപ്പർട്ടിയും കൂടെയുണ്ട്. ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു ഇൻഡിപെൻഡൻറ്റ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ m1 ആൻഡ് m2. എക്സ് ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അതിൻ്റെ പാരാമീറ്റർ m1 ആണ്. വൈ വേറൊരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ പാരാമീറ്റർ m2 ആണെങ്കിൽ ദെൻ എക്സ് പ്ലസ് വൈ ഓൾസോ ഫോളോസ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ m1 പ്ലസ് m2. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് അഡിറ്റീവ് പ്രോപ്പർട്ടി. അഡിറ്റീവ് പ്രോപ്പർട്ടി പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് അർത്ഥം. അപ്പം ഇതുവരെ പറഞ്ഞതിൽ നിന്നും എല്ലാവർക്കും പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നും പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോം അത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ബൈനോമിയൽ തന്നെയാണോ എന്ന് സംശയം വരും. അപ്പോൾ n വളരെ വലുതും p വളരെ ചെറുതുമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനാണ് യൂസ്. അപ്പോൾ ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് കിടക്കാം. ആദ്യത്തെ പ്രോബ്ലം ഒന്ന് നോക്കിക്കേ, സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ഇഫ് 3% ഓഫ് ഇലക്ട്രിക് ബൾബ്സ് മാനുഫാക്ചർഡ് ബൈ എ കമ്പനി ആർ ഡിഫക്റ്റീവ്, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ സാമ്പിൾ ഓഫ് 100 ബൾബ്സ് എക്സാക്ട്ലി 5 ബൾബ്സ് ആർ ഡിഫക്റ്റീവ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക് ബൾബ് ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയിൽ സാധാരണ അവർ എത്ര 100, 200, 300, 1000, 10,000 എത്ര അവർ ഉണ്ടാക്കിയാലും ജനറൽ ആയിട്ട് അവർ പറയുന്നതാണ് ഇഫ് 3% ഓഫ് ഇലക്ട്രിക് ബൾബ്സ് ആർ ഡിഫക്റ്റീവ്, അതിൽ 3% ഡിഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് അവരുടെ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ സാമ്പിൾ ഓഫ് 100 ബൾബ്സ്, ആ ഒരു സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവിടെ നമ്മളൊരു സാമ്പിൾ 100 ബൾബ്സ് എടുത്ത് സാമ്പിൾ പരിശോധിച്ചാൽ എക്സാക്ട്ലി 5 ബൾബ്സ് ആർ ഡിഫക്റ്റീവ് ആകാനുള്ള സാധ്യത, അതിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പോയ്സോൺ ആണോ ബൈനോമിയൽ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ഏത് യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പം നമ്മളിവിടെ നോക്കേണ്ടത് എന്നിൻ്റെ വാല്യൂ നോക്കുക. എന്നാണ് സാമ്പിളിൻ്റെ സൈസ്, അതാണ് n എന്ന് പറയുന്നത്. സാമ്പിളിൻ്റെ സൈസ് എത്ര ഇവിടെ തന്നിരിക്കുന്നത് 100. ഈ 100 ബൾബിൽ നിന്നല്ലേ നമുക്ക് 5 എണ്ണം ഡിഫക്റ്റീവ് ആണോ എന്ന് നോക്കേണ്ടത്. അപ്പം n 100 ആണ്, സാമ്പിളിൻ്റെ സൈസ് എടുത്തു. ഇനി ഒരു കമ്പനിയിൽ ആ കമ്പനിയിൽ ഡിഫക്റ്റീവ് ബൾബ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണെന്ന് പറഞ്ഞത് 3% എപ്പോഴും അവർക്ക് ഡിഫക്റ്റീവ് ബൾബ്സ് ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇൻ ദാറ്റ് കമ്പനി പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബൾബ് ഈസ് ഗിവൺ ആസ് 3%. അതാണ് നമ്മുടെ P. നമ്മളിവിടെ എക്സാക്ട്ലി 5 ഡിഫക്റ്റീവിനല്ലേ കാണേണ്ടത്, അപ്പോൾ അതുകൊണ്ടാണ് അത് സക്സസ് എന്ന് പറയുന്നത്. നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് ബൾബ്സിനെ കണ്ടുപിടിക്കുക. സോ P ഈസ് ഈക്വൽ ടു 3%. ദാറ്റ് ഈസ് ദ ജനറൽ കേസ്. ആ കമ്പനിയിൽ 3% എപ്പോഴും ഡിഫക്റ്റീവ് ആണെന്നുള്ളത്. അപ്പോൾ 3% മീൻസ് 3/100 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.03. ഇനി ഞാൻ നേരത്തെ പോയ്സോൺ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു n × p ആണ് പോയ്സോണിൻ്റെ പാരാമീറ്റർ m ഡിനോട്ട് ചെയ്യാൻ എടുക്കുന്നത്. സിൻസ് ഇവിടെ ഇപ്പോൾ p വളരെ സ്മോൾ, എന്നെ 100 എടുത്തപ്പോൾ 100 എണ്ണം എടുക്കുമ്പോൾ 100 n എന്ന് പറയുന്നത്, പക്ഷേ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 0.03, വളരെ ചെറുതാണ്, 0യ്ക്ക് അടുപ്പിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ. സിൻസ് p ഈസ് സ്മോൾ ആൻഡ് n ഈസ് ലാർജ് ആയതുകൊണ്ട് വി അസ്യൂം പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് എമ്മിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, m ഈസ് ഈക്വൽ ടു n × p, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 × 0.03 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 കിട്ടി. m കിട്ടിയാൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇട്ടാൽ മതി. ഡിസ്ട്രിബ്യൂഷൻ എഴുതുക, e⁻m m⁻x/x ഫാക്ടോറിയൽ. ഇനി എമ്മിന് 3 കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെ എഴുതാം, അത് e⁻−3 3x/x ഫാക്ടോറിയൽ. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 5 ബൾബ്സ് ഡിഫക്റ്റീവ്. എക്സാക്ട്ലി 5 ബൾബ്സ് ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ P ഈസ് ഈക്വൽ ടു P ഓഫ് എക്സ്, ക്യാപിറ്റൽ എക്സ് ഈസ് ഈക്വൽ ടു 5. P ഓഫ് 5ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ്. ബൈനോമിയൽ കണ്ടുപിടിച്ച അതേ മെത്തേഡ് ഇവിടെ ഈ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. e⁻−3 3/5 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ. അപ്പോൾ ഇനി e⁻−3യുടെ വാല്യൂ ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ അകത്തിലൊന്നും തന്നിരുന്നില്ല. മിക്കവാറും ക്വസ്റ്റ്യൻസിൽ ആ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ ആ എമ്മിൻ്റെ വാല്യൂ എന്താണോ അതിൻ്റെ e⁻−4 എന്നോ e⁻−2 എന്താണോ എമ്മിന് വരുന്ന വാല്യൂ അതിൻ്റെ വാല്യൂ സാധാരണ ബ്രാക്കറ്റിൽ തന്നെ തരാറുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. തരാത്തത് കൊണ്ട്
ഞാനിവിടെ ഇപ്പോൾ തന്നു e റൈസ് ടു -3 ഈസ് ഈക്വൽ ടു 0.0498 എന്ന് എഴുതിയിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇനി e റൈസ് ടു -3 ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും കാൽക്കുലേറ്റർ ഉണ്ടാവുമല്ലോ. കാൽക്കുലേറ്റർ FX82 എന്ന സീരീസിലോ കാൽക്കുലേറ്ററിൽ എവിടെയാണ് കിടക്കുന്നതെന്ന് ഞാൻ പറയാം. ബാക്കിയുള്ളവർ ബാക്കി അതാത് സീരീസ് കാൽക്കുലേറ്ററിൽ എവിടെയാണെന്നൊന്ന് നോക്കുക. FX82 സീരീസിലുള്ള കാൽക്കുലേറ്ററിലാണെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് ഞാൻ ലോഗ് 10⁻x അങ്ങനെയൊക്കെയുള്ള ഫോം പറഞ്ഞിരുന്നു. ഇപ്പോൾ FX82 ലോഗിൻ്റെ അടുത്തായിട്ട് LN എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാകും. ആ LNൻ്റെ മേളിൽ e റൈസ് ടു x ഉണ്ട്. അപ്പോൾ ആ e റൈസ് ടു x വാല്യൂ കൊടുക്കുമ്പോഴാണ് കിട്ടുന്നത്. അതിനെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഷിഫ്റ്റ് ഞെക്കുക, എന്നിട്ട് LN പ്രസ് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ E ഉണ്ടാകും. ഇനി -4ൻ്റെ വാല്യൂ ആണ്, -3യുടെ വാല്യൂ ആണ് നമുക്കിവിടെ വേണ്ടത്. മൈനസ് സൈൻ പ്രസ് ചെയ്യുക. പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ കൊടുത്തിരിക്കുന്നതിൽ മൈനസ് സൈൻ പ്രസ് ചെയ്തതിന് ശേഷം 3 എന്ന നമ്പർ കൊടുക്കുമ്പം ഈ -3 എന്ന സ്ക്രീനിൽ കാണും. ഈക്വൽ ടു പ്രസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഈ വാല്യൂ അതിനകത്ത് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, കാൽക്കുലേറ്ററിൽ എങ്ങനെയാണ് ഇത് കാണേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇതുപോലെ e റൈസ് ടു ഏത് വാല്യൂ വേണമെങ്കിലും കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇതിൻ്റെ വാല്യൂ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. Suppose on an average one house in 1000 in a certain district has a fire during a year. If there are 2000 houses in that district, what is the probability that exactly 5 houses will have a fire during the year? Given that e raised to -2 is equal to 0.13534. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ e raised to -2 എന്ന വാല്യൂ തന്നിരിക്കുന്നത് കാണുമ്പോഴേ മനസ്സിലാക്കുക ക്വസ്റ്റ്യൻ പോയ്സോൺ വെച്ചാണ് ചെയ്യേണ്ടതെന്നുള്ളതും e raised to -2 തന്നതുകൊണ്ട് m2 ആണെന്നും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 5 ഹൗസസ് എന്ന് പറയുമ്പം നേരത്തെ ചെയ്തതുപോലെ p of x is equal to 5 e raised to -m raised to x by x ഫാക്ടോറിയലിൽ എമ്മിന് പകരം ഇവിടെ 2 ആണ്. e raised to -2 2 raised to x by x ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഇടാവുന്നതാണ് അല്ലേ. 2 raised to x എന്ന് പറയുന്നത് ഇവിടെ 5 ആയിട്ട് എടുക്കാം എന്ന് മനസ്സിലായി. എന്നാലും ഞാൻ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഇപ്പോൾ ഇത് തന്നിട്ടില്ല, e raised to -2 തന്നിട്ടില്ല എന്നുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടതെന്നും കൂടെ പറയാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? സപ്പോസ് ഓൺ ആൻ ആവറേജ് 1 house in 1000 in a certain district has a fire during a year. ഒരു വർഷത്തിൽ 1000 ഹൗസസിൻ്റെ അകത്തിൽ വെച്ച് അവരൊരു ആവറേജ് എടുക്കുകയാണ്. 1/1000 ഹൗസിനും എന്ത് ഫയർ ഉണ്ടാകാൻ അല്ലെങ്കിൽ തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് സക്സസ്. എന്തുകൊണ്ടാണ് വീണ്ടും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? 5 ഹൗസസിന് ഫയർ അല്ലെങ്കിൽ തീ പിടിക്കാനുള്ള സാധ്യത എന്നതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 2000 ഹൗസസ് സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ പിയുടെ വാല്യൂ എന്തായിരിക്കും? 1/1000. പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഓഫ് ഗെറ്റിംഗ് എ ഹൗസ് ഫയർ എന്ന് പറയുന്നത് 1/1000. n എന്തായിട്ട് എടുക്കണം? If there are 2000 houses എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് സാമ്പിൾ 2000 ഹൗസസിൻ്റെ കേസിൽ വെച്ച് എക്സാക്ട്ലി 5 ഹൗസസ് ഫയർ അല്ലെങ്കിൽ തീ പിടിക്കാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം ഇവിടെ n എന്ന് പറയുന്നത് 2000ഉം p എന്ന് പറയുന്നത് 1/1000. മനസ്സിലായല്ലോ? ഔട്ട് ഓഫ് 1000 ഹൗസസ് 1 ഹാസ് എ ഫയർ. അപ്പോൾ NP എന്ന് പറയുന്നത് 2000 ഇൻറ്റു 1/1000 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ m എന്ന് പറയുന്നത് 2 ആണ്. സോ e raised to -2 ആണ് എടുക്കേണ്ടത്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? e raised to -m raised to x by x ഫാക്ടോറിയൽ. സോ x is equal to 5, സ്മോൾ x is equal to 5 കൊടുക്കുമ്പോൾ എന്തായിട്ട് വരും? e raised to -2 2 raised to 5 by 5 ഫാക്ടോറിയൽ. e raised to -2 ഇവിടെ ഇപ്പോൾ ടേബിൾ വാല്യൂ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റിന് തന്നിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാൽക്കുലേറ്ററിലുള്ള രീതിയിൽ കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഇഫ് 2% of electric bulbs manufactured by a certain company are defective, find the probability that in a sample of 200 bulbs, first case less than 2 bulbs and second case more than 3 bulbs are defective. ക്വസ്റ്റ്യനിൽ തന്നെ e raised to -4 is equal to 0.0183 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ഇതിൽ നിന്ന് വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ ലെസ് ദാൻ മോർ ദാൻ എന്ന് പറയുന്ന 2 കേസസ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഇപ്പോൾ നിങ്ങൾ എന്നും പിയും എമ്മും ഒന്നും കണ്ടുപിടിക്കണം എന്നില്ല. e⁻⁻4 ഡയറക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി കേസ് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചാലും മതി. എന്നിരുന്നാലും ഞാൻ 4 എങ്ങനെയാണ് കിട്ടിയെന്നും കൂടി ഒന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് 2% ഓഫ് ഇലക്ട്രിക് ബൾബ്സ് മാനുഫാക്ചേർഡ് ബൈ എ സർട്ടൺ കമ്പനി ആർ ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ സ്മോൾ പിയുടെ വാല്യൂ 2/100. ഇനി സാമ്പിളിൻ്റെ സൈസ് 200. അപ്പോൾ n×p എന്ന് പറയുന്നത് 200. n വളരെ വലുതും p സ്മോളും ആകുന്നു എന്നുള്ളതുകൊണ്ട് പോയിസോൺ യൂസ് ചെയ്തു. np എന്ന് പറയുന്നത് 200 × 0.02. അങ്ങനെയാണ് 4 കിട്ടിയത്. ഇനി പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ അറിയാം, e⁻⁻m m⁻x/x⁴. ഇനി നമ്മുടെ ഫസ്റ്റ് കേസ് ലെസ് ദാൻ 2 ബൾബ്സ് ആർ ഡിഫക്റ്റീവ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടില്ല, ലെസ് ദാനേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, p(x < 2) എന്നർത്ഥം. x < 2 നമ്മൾ നേരത്തെ ഞാൻ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞ സമയത്ത് സ്മോൾ എക്സിന് എന്തൊക്കെ വാല്യൂസ് എടുക്കാമെന്ന് പറഞ്ഞു, 0 തൊട്ട് ഇൻഫിനിറ്റി വരെ. അപ്പോൾ ലെസ് ദാൻ 2 എന്ന് പറയുമ്പം സ്മോൾ എക്സിൻ്റെ വാല്യൂ 0യിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. അത് സംഭവിക്കാം, മനസ്സിലായില്ലേ? ഡിഫക്റ്റീവ്സ് അല്ലാത്തതിൻ്റെ നമ്പർ എടുക്കാമല്ലോ. അപ്പം x = 0 + x = 1 2 കേസും എടുക്കണം. ഇത് തന്നെ ബൈനോമിയലിനും ഇതേ ഫോമിലാണ് ചെയ്തിട്ടുള്ള, ഡിസ്ട്രിബ്യൂഷന് വന്ന മാറ്റമേ ഉള്ളൂ. സോ e⁻⁻4 4⁻0 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ പ്ലസ് e⁻⁻4 4⁻1/1 ഫാക്ടോറിയൽ. e⁻⁻4ൻ്റെ വാല്യൂ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ വെച്ച് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടി. ഇനി അത് ലെസ് ദാൻ എന്ന കേസ് ആയതുകൊണ്ട്. ഇനി മോർ ദാൻ ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടാമത്തത് അതായിരുന്നല്ലോ, മോർ ദാൻ 3 ബൾബ്സ് ആർ ഡിഫക്റ്റീവ്. മോർ ദാൻ 3 എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തം 200 ബൾബാണ് നമ്മൾ എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം 3 തൊട്ട് 200 വരെ അല്ലെങ്കിൽ 3 തൊട്ട് 200 വരെ ഉള്ളതിനെയും ഇതുപോലെ ആഡ് ചെയ്ത് നോക്കുക. ഗ്രേറ്റർ ദാനേ ഉള്ളൂ. മോർ ദാൻ 3 എന്ന് പറഞ്ഞ് മോർ ദാൻ ഓർ ഈക്വൽ ടു അല്ല, അതുകൊണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്നേ ഉള്ളൂ. അപ്പം നമുക്ക് 4 തൊട്ട് അങ്ങ് ഇൻഫിനിറ്റി 200 വരെ ഉള്ളത് ആഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടീഡിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, 1 - p(x < 3) മനസ്സിലായോ? 1 എന്ന് വെച്ചാൽ 1 എന്ന് പറയുന്നത് എപ്പോഴും ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. സംഭവിച്ചതും സംഭവിക്കാത്തതും കൂടെ ചേർന്ന് വരുന്ന ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിട്ടാണ് എടുക്കേണ്ടത്. ആ 1ൽ നിന്നും p(x < 3) 3ൽ താഴെ ഉള്ളതിൻ്റെയോ മൈനസ് ചെയ്ത് കളയുമ്പം നമുക്ക് 3 വരെ ഉള്ളത് മൈനസ് ചെയ്യല്ലേ, ടോട്ടൽ 1ൽ നിന്നും 3 വരെ ഉള്ളതിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 തൊട്ട് 200 വരെ ഉള്ളതിൻ്റെ അല്ലെങ്കിൽ ഇൻഫിനിറ്റി വരെ ഉള്ളതിൻ്റെ വാല്യൂസ് കിട്ടുന്നതായിരിക്കും. ഞാനൊന്ന് വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു. ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3, 4, 5. നമുക്കിങ്ങനെ 200 വരെ പോകുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ എക്സ് വാല്യൂസ് ഇതിങ്ങനെ ഇൻഫിനിറ്റി വരെ കിടക്കുന്നു, ഇൻഫിനിറ്റി വരെയും കിടക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് വേണ്ടത് എവിടം തൊട്ട് എവിടം വരെ ഉള്ളതിൻ്റെതാണ്, 4 തൊട്ട് ഇതുവരെ ഉള്ളതിൻ്റെ വാല്യൂ ആണ് എനിക്ക് വരുന്നത് അല്ലേ? അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് എങ്ങനെ കണ്ടുപിടിക്കാം, ഈ 0 തൊട്ട് ഇൻഫിനിറ്റി വരെ ഉള്ളത് ടോട്ടൽ, അതാണ് 1 എന്ന് ഞാനിവിടെ പറഞ്ഞു. ഇത് തൊട്ട് ഇവിടം വരെ ഉള്ളത് 3 വരെ ഉള്ളതെന്ന് കുറയ്ക്കുന്നു, മനസ്സിലായോ? കുറച്ച് കഴിയുമ്പോൾ ബാക്കി ഇതിൽ നിന്നും ഇത്രയും ഭാഗം, ഈ ടോട്ടലിൽ നിന്നും ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ എവിടം തൊട്ട് കിട്ടും, 4 തൊട്ട് ഇൻഫിനിറ്റി വരെ ഉള്ളത് കിട്ടും, മനസ്സിലായോ? അതാണ് ഞാൻ അവിടെ 1 - p(x < 3) എന്ന് ചെയ്തത്. 3 വരെയുള്ളത് ചെയ്യുക എന്ന് പറഞ്ഞത്, മനസ്സിലായല്ലോ? അതാണ് 1 - p(x < 3) എന്ന് പറയുന്നത്. അപ്പോൾ < 3 എന്ന് പറയുമ്പോൾ സ്മോൾ എക്സിന് ഏതൊക്കെ വാല്യൂസ് വരും, 0, 1, 2, 3. അപ്പോൾ 1 - സ്ക്വയർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, p(x = 0 + p(x = 1 + p(x = 2 + p(x = 3). 0 തൊട്ട് 3 വരെ ഉള്ളതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് അതിൻ്റെ സം എടുത്ത് ടോട്ടൽ 1ൽ നിന്നും കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ e⁻⁻4 ഇവിടെ കോമൺ ആയിട്ട് എടുക്കാം എന്നുള്ളതുകൊണ്ട് ഞാനത് e⁻⁻4 വെളിയിലെടുത്തു. 1 + 4 + ഈ ഫോമിലേക്ക് കൊണ്ടുവന്ന് ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നു. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായി കാണും ഈ 3 പ്രോബ്ലവും. ഓക്കെ, അപ്പോൾ ഈ 3 പ്രോബ്ലം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് ഒന്ന് നോക്കുക.
അടുത്തത് ഫിറ്റിംഗ് ആണ്. അത് ഞാൻ അടുത്ത സെഷനിലേക്ക് ഇടാം. ഇതിൻ്റെ നോട്ടും ഞാൻ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. നോട്ടായിട്ടുള്ളത് എക്സ്പ്ലനേഷനും നോക്കി പഠിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ആ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതുവരെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലായി കാണുമല്ലോ അല്ലേ എല്ലാവർക്കും? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക.